ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ആരെയും കൊതിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഊണ് വ്ളോഗും കൊണ്ടാണ്. ഒരു ലഞ്ച് വ്ളോഗാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ സ്പെഷ്യലായിട്ട് നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. സാമ്പാർ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കഷ്ണങ്ങളാണിത്. അപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാ പച്ചക്കറിയും കൂടി ഇൻക്ലൂഡ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിയലാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കറികൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ആദ്യം ഒന്ന് കനം കുറച്ചെടുക്കട്ടെ. അപ്പോഴേക്കും ഞാനവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ അപ്പോൾ അതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് സവോള സോഫ്റ്റായിട്ട് വരുന്നതിന് മുമ്പ് നമുക്കിവിടെ മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കുറേശ്ശെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് 3 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കുക. നമ്മളിത് വഴറ്റിയെടുത്ത ശേഷം ഇത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് വഴണ്ട് ഉടഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. പക്ഷേ അത് കുക്കാവണം കേട്ടോ. കുക്കായിട്ടില്ലെങ്കിൽ ആ റോ ടേസ്റ്റ് വരും. അപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറികൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, ഒന്ന് ഏകദേശം കുക്കായി തുടങ്ങുന്നുണ്ട്. വല്ലാണ്ട് വെന്ത് ഉടയണ്ടല്ലോ അവിയലിലോട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ അവിടെ വേറൊരു പാന് വെച്ചിട്ടുണ്ട്. അടുത്ത റെസിപ്പി ഉണ്ടാക്കുവാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. നമുക്കിനിയിപ്പം അവിയലൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് പച്ചക്കറികൾ ഏകദേശം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 2 ടേബിൾ സ്പൂണ് തൈര്, നല്ല കട്ടിയുള്ള തൈര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വെണ്ടക്ക ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ എത്ര നാടൻ ഊണുണ്ടാക്കുമ്പോഴും വെണ്ടക്ക ഫ്രൈ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ എണ്ണയിലാട്ടോ ഞാൻ വെണ്ടക്ക ഫ്രൈ ആക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി തേങ്ങ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇത് 3ഉം കൂടി ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് പുളിയൊക്കെ പാകത്തിനാണെന്ന് നോക്കുക. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിലേക്കുള്ള ഒരു വിഭവം റെഡി ആയിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്ക ഏകദേശം റെഡിയായി തുടങ്ങുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് മീനൊന്ന് മസാല വെച്ചെടുക്കാം. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ വിനാഗിരി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മീനല്ല മാരിനേറ്റ് ചെയ്തെടുക്കണം. മസാല റെഡിയാക്കണം. എന്നിട്ട് മീൻ നമുക്ക് ഇത് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് വേണം നമ്മുടെ മസാല റെഡിയാക്കാൻ കേട്ടോ. പിന്നെ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരാണ് കുറച്ചുകൂടെ നല്ലത്. ഇവിടെ എൻ്റെ അടുത്ത് ചെറുനാരങ്ങ സ്റ്റോക്ക് ഇല്ലായിരുന്നു. പിന്നെ ഈ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് അയക്കൂറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. മീനിൽ നന്നായിട്ട് മസാലക്കോട്ട കാണണം. അതിനായിട്ട് നമ്മളിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ട് മീൻ മസാല വയ്ക്കുമ്പോൾ നല്ല മസാല ഉണ്ടാവും മീനിന് നല്ല കായം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതവിടെ റീനും റൂഹിയും കൂടി TV കണ്ടിരിക്കുകയാണ്. റൂഹി ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ TV ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്ക അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് മുരിങ്ങയിലയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. മുരിങ്ങയില തോരൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുരിങ്ങയില ഞാനിതാ ഇങ്ങനെ ഉണ്ടാക്കുക വേഗം. അപ്പം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന്. പക്ഷേ ഇങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു. വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. മുരിങ്ങയില, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില തോരൻ റെഡിയാവും. ഇനി നമ്മുടെ കറി റെഡിയാക്കുക. നമ്മളിപ്പോഴും കറി റെഡിയാക്കിയിട്ടില്ല.
നമ്മൾ നേരത്തെ മസാല റെഡിയാക്കിയില്ലേ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുരിങ്ങയില തോരൻ അതവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ നമ്മുടെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചട്ടി കുറച്ച് ചൂട് കൂടുതലായിരുന്നു. അതിനുശേഷം ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഏത് മീൻ കറി ഉണ്ടാക്കുമ്പോഴും നല്ല സ്വാദാട്ടോ. നമ്മുടെ കറിയുടെ കളർ കണ്ടോ, അല്ല ആ ഒരു ഗ്രേവിയുടെ കളർ കണ്ടോ, നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു കളർ തന്നെയായിരിക്കും, നല്ല രസമുള്ള കളറായിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക്. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല, എന്നിട്ട് പോലും നല്ല കട്ടിയുള്ള നല്ല കുറുന്നനുള്ള ചാറായിരിക്കും ഈ ഒരു കറിക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുളി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറയാൻ കാരണം നമ്മളിതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് വേറെ വേറെ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോഴാണ് ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി അവിടെ തിളയ്ക്കാനുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില തോരൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഈ പാനിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനൊരു 1/2 കിലോയിലും കൂടുതൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേവി നല്ലോണം തിളയ്ക്കണം കേട്ടോ, അതിൻ്റെ ഒരു പച്ചച്ചൊവ മാറണം. അതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതാ പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് കറിവേപ്പില ഒന്ന് ഇട്ട് പൊട്ടിച്ച ശേഷം അതിലോട്ട് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അതിലിട്ടിട്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മസാലയുള്ള മീൻ നമ്മൾ വറുത്തെടുക്കുമ്പം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നും വറുക്കാൻ പാടില്ല. അപ്പം എണ്ണയിൽ മസാലയൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ചെമ്മീനും കറിയും കൂടി നന്നായിട്ട് കുക്കാവണം, എന്നാലേ നല്ലൊരു സ്വാദ് ഉണ്ടാവുള്ളൂ നമ്മുടെ ചെമ്മീൻ കറിക്ക് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഒരു വശം കുക്കായിട്ടുണ്ട്, അത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലോണം മസാലയോട് കൂടിയിട്ടുള്ള മീൻ ഫ്രൈ ആക്കിയത്, അത് ഏത് മീനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ചെമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് കറിയുടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. കറി കണ്ടോ, മുകളിൽ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് കുക്കാവണം കേട്ടോ. എന്നിട്ട് ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഫ്രൈ ആക്കിയത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി, തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കിയ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മോര് കാച്ചുക കേട്ടോ. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ഒന്നിട്ടിട്ട് കണ്ട് വഴറ്റിയെടുത്ത ശേഷം അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ മോര് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ വെള്ളം, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് തിളക്കരുത് കേട്ടോ. തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ മോര് കാച്ചിയതും റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിലിപ്പം സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയാണ്. തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കിയ നല്ല കുറുന്നനുള്ള ചാറോട് കൂടിയിട്ടുള്ള ചെമ്മീൻ കറിയാണ്. പിന്നെ കടുമാങ്ങ അച്ചാറും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അന്ന് നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു, ഇക്കടെ അമ്മേൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ആ കറിയുടെ കളറ് കണ്ടോ, ആ കുറുന്നനുള്ള ചാറും കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ കറി. ഇതുപോലെ ചെമ്മീൻ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.